ഇത് ഞങ്ങൾ നാട്ടിൽ പോകുന്ന ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോകാറ്. കാരണം തിരിച്ചു വരുമ്പം അത്ര ക്ലീനിങ് ഒന്നും പറ്റില്ല. പിന്നെ നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ ഞാൻ ഒരിക്കൽ പോലും ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് പോകാറില്ല, ഓൺ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ ഇടിയും മഴയും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനും മോനും കൂടെ കഴിച്ചു. പിന്നെ വീടെല്ലാം ഒന്ന് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ വീട് കിടക്കും. ഒരുപാട് പൊടികളൊന്നും കാണത്തില്ല, കാരണം നമ്മൾ ഡോറെല്ലാം അടച്ചിട്ടിട്ടാണല്ലോ പോകുന്നത്. പിന്നെ ഞാൻ പോകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഷീജൻ കുറച്ച് കടുങ്കാപ്പി ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻകാപ്പി ഇടുവാണ്. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, ഈ മണി പ്ലാന്റിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. രാത്രിയിൽ 11:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 7:30 ആയപ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ നമുക്ക് ഷാർജ എയർപോർട്ടിലേക്ക്. ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സിയൊക്കെ വന്ന് ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ടാക്സിയിൽ കയറി നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം നാട്ടിലേക്ക് പോവാണല്ലോ. അപ്പോൾ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഇൻഡിഗോ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇതുവരെ ഒരു കുഴപ്പമില്ല. 1 മണിക്കൂർ ഡിലേ എന്ന് മാത്രമാണ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻഡിഗോയുടെ പ്രശ്നത്തിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കാരണം വൈകിട്ടത്തെ ഡിന്നറിന് സമയമായിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട, നമ്മൾ കഴിച്ചിട്ട് കയറാവല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്ഡൊണാൾഡ്സിൽ പോയി ബർഗറൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഞങ്ങൾക്ക് പോകാനിരുന്ന ഫ്ലൈറ്റ് ക്യാൻസലായി എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു ഇത് ഞങ്ങൾ അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിപ്പോയി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഏകദേശം 16 മണിക്കൂറത്തെ ഡിലേക്ക് ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30-3 മണിയോടുകൂടിയാണ് ഫ്ലൈറ്റ് പോകാനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഈ ഒരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഏകദേശം 16 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഈ 15 വർഷത്തെ ഒരു പ്രവാസ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടെൻഷൻ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്ലൈറ്റിൽ എന്തൊക്കെ അവൈലബിൾ ആയിരുന്നു അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേനും മമ്മി നല്ല അപ്പം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടംപുളി ഇട്ട് വെച്ച നല്ല മീൻകറിയും പിന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ട് നല്ല ചിക്കൻ സ്റ്റൂവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ട്രാവലിംഗ് കഥകളും ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ചു. അപ്പോൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സമാധാനമായത്.